ഞാനും പിണറായി വിജയനൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ നാടിന്റെ സൗഹാർദ്ദം ഇതുപോലെ നിലനിൽക്കണം. വർഗീയതയ്ക്കെതിരെ ഞാൻ പോരാടും. വർഗീയതയുമായി യാതൊരു സന്ധിയും എന്റെ ഭാഗത്തുണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പ്രസംഗിച്ച് നമ്മൾ വി.ഡി. സതീശൻ. ഇത് കേട്ട് ആളുകൾ മൊത്തം കിട്ട് ആവേശഭരിതരായിട്ട് വോട്ട് പോയി UDF അടിച്ചാണ് കയറ്റി. റിസൾട്ട് വന്ന് വൻ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചു. ആരും തന്നെ വോട്ട് ചെയ്തവർക്കുള്ള പണി. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചരണം നടത്തുന്ന മറുനാടൻ മലയാളി ചാനലിന്റെ ചീഫ് എഡിറ്ററായ ആളെ കൊണ്ടേകണ്ട് മുഖ്യമന്ത്രിയുടെ മാധ്യമ സെക്രട്ടറിയാക്കി മാറ്റി. അതും ന്യായീകരിച്ച് ഒരു ഇത് ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെ വെള്ളാപ്പള്ളിന്റെ മകൻ, നമ്മുടെ കാറിക്കറ്റ വെള്ളാപ്പള്ളിന്റെ മകൻ മുഖ്യമന്ത്രിക്ക് വീട്ടിൽ പോയി പൂച്ചണ്ട് കൊടുക്കുന്നു. അത് ന്യായീകരിച്ച് ഇങ്ങനെ നിൽക്കുക ഒരു വിധത്തിൽ ഒപ്പിച്ചുമ്പോഴാണ് അടുത്തേ വരുന്നു സ്വന്തം മന്ത്രിസഭയിലുള്ള മന്ത്രി ഈ പറഞ്ഞ നേരിട്ട് വെള്ളാപ്പള്ളിന്റെ വീട്ടിൽ പോയി അനുഗ്രഹം മേടിക്കുന്നു. ഏത് ബിന്ദു കൃഷ്ണ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് UDF ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കരുത്. ഇപ്പൊ എന്താ സംഗതി ആകെ പോളില്ല. എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ന്യായീകരിക്കുക? ആകെ 10-12 ദിവസമായിട്ടുള്ളൂ. അല്ല വിഷമിക്കണ്ട, UDF വോട്ട് ചെയ്തോലും ആരും വിഷമിക്കണ്ട. ആരുണ്ട് ചേഞ്ച് ആഗ്രഹിക്കട്ടെ. ചേഞ്ച് ഇനി പലതും വരാണ്ട്. അത്രേ ഉള്ളൂ.